സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 90 മാർക്കാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നത് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ജനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്നത് ഏതാണ്? ജനങ്ങളുടെ കോടതി ലോക് അദാലത്ത്. ലോക് അദാലത്താണ് ജനങ്ങളുടെ കോടതി എന്ന് അറിയപ്പെടുന്നത്. ലോക് അദാലത്ത്. കൃഷ്ണഗിരി സ്റ്റേഡിയം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. വയനാട് ജില്ലയിലാണ് കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അസിമുള്ള ഖാനാണ്. അസിമുള്ള ഖാനാണ് 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത്. 1920കളിൽ മാധാരി പാസിയുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ നടന്ന കർഷക പ്രക്ഷോഭം ഏതാണ്? 1920കളിൽ മാധാരി പാസിയുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ നടന്ന കർഷക പ്രക്ഷോഭമാണ് ഏക പ്രസ്ഥാനം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഏക പ്രസ്ഥാനം എവിടെയാണ് നടന്നത്? ഉത്തർപ്രദേശിൽ. ആരുടെ നേതൃത്വത്തിലാണ്? മാധാരി പാസി. അടുത്ത ചോദ്യം, മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കോർട്ടിസോൾ. ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെടുന്നതിന് ആരുടെ നിയമനത്തിനുണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് വേണ്ടത്? ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിക്കപ്പെടുന്നതിന് ആരുടെ നിയമനത്തിനുണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് വേണ്ടത്? ഹൈക്കോടതി ജഡ്ജിയുടേതാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഹൈക്കോടതി ജഡ്ജി. താഴെ പറയുന്നവയിൽ പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 3 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തി. ഈ യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകി. റോബർട്ട് ക്ലൈവ് ആണ് ബ്രിട്ടീഷ് സൈന്യത്തിന് നേതൃത്വം നൽകിയത്. പ്ലാസി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 3 പ്രസ്താവനകളും ശരിയാണ്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തി. ഈ യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകി. റോബർട്ട് ക്ലൈവ് ആണ് ബ്രിട്ടീഷ് സൈന്യത്തിന് നേതൃത്വം നൽകിയത്. പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാണ്? 1757. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആസാദ് ദസ്ത എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? സംഘടനയുടെ പേര് ആസാദ് ദസ്ത. സ്ഥാപിച്ചത് ആരാണ്? ജയപ്രകാശ് നാരായണൻ ആണ്. ജയപ്രകാശ് നാരായണൻ. അന്തസ്രാവി ഗ്രന്ഥി കൂടിയായ മസ്തിഷ്ക ഭാഗം ഏതാണ്? അന്തസ്രാവി ഗ്രന്ഥി കൂടിയായ മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഹൈപ്പോതലാമസ്. ചാൽക്കോജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ്? ചാൽക്കോജൻ കുടുംബം ഗ്രൂപ്പ് 16 ആണ്. ചാൽക്കോജൻ കുടുംബം എന്നറിയപ്പെടുന്നത് ഗ്രൂപ്പ് 16. ഹാലോജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? ഹാലോജൻ കുടുംബം ഗ്രൂപ്പ് 17 ആണ്. ഗ്രൂപ്പ് 17 ഹാലോജൻ കുടുംബം. ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം ഏത്? ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം സൾഫർ. ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം സൾഫർ. ജന്തുക്കളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ആന്ത്രാക്സ് രോഗത്തിന് കാരണമായ രോഗകാരി ഓപ്ഷൻ എ ആണ് ഉത്തരം. ബാക്ടീരിയ ആണ്. ഓപ്ഷൻ എ ബാക്ടീരിയ. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പ്രിസൺ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പ്രിസൺ കണ്ണൂരാണ്. കണ്ണൂർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കണ്ണൂർ. ഇന്ത്യയിലെ ലോകപ്രസിദ്ധമായ ധാതു മേഖല ഏത്? ഇന്ത്യയിലെ ലോകപ്രസിദ്ധമായ ധാതു മേഖല
ഛോട്ട നാഗ്പൂർ പീഠഭൂമിയാണ്. ഓപ്ഷൻ സി ഛോട്ട നാഗ്പൂർ പീഠഭൂമി. ഏതിനത്തിൽപ്പെട്ട ജീവിയാണ് ഗ്രാമലക്ഷ്മി? ഗ്രാമലക്ഷ്മി കോഴിയാണ്, കോഴി. സ്വത്തവകാശം ഇപ്പോൾ ഏതു തരം അവകാശമാണ്? സ്വത്തവകാശം ഇപ്പോൾ ഏതു തരം അവകാശമാണ്? നിയമപരമായ അവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. കേരളത്തിന്റെ പെലെ എന്നറിയപ്പെട്ട കായിക താരം ആരാണ്? കേരളത്തിന്റെ പെലെ എന്നറിയപ്പെട്ട കായിക താരം TKS മണിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, TKS മണി. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം 1995 1995. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ ഏതാണ്? വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ ആൽഡോസ്റ്റിറോൺ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ആൽഡോസ്റ്റിറോൺ. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനങ്ങൾ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനങ്ങൾ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 350A. അനുച്ഛേദം 350A. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ് ആരായിരുന്നു? ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ. ആദിത്യവർമ്മ. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഇന്ത്യ ഇൻ ട്രാൻസിഷൻ MN റോയ് ആണ്. MN റോയ് ആണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന പുസ്തകം രചിച്ചത്. MN റോയ്. ഇടുക്കിയിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്ന നദി? ഇടുക്കിയിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിൽ എത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. ഓപ്ഷൻ സി പാമ്പാർ. കരം തമ്മണ്ണ ദൊരയുടെ നേതൃത്വത്തിൽ 1839 മുതൽ വിവിധ റംപ കലാപങ്ങൾക്ക് വേദിയായ സംസ്ഥാനം ഏതാണ്? വിവിധ റംപ കലാപങ്ങൾക്ക് വേദിയായ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചതാരാണ്? ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. 4S ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി? 4S ഗ്രന്ഥി അഡ്രിനൽ ആണ്. അഡ്രിനൽ ഗ്രന്ഥി 4S ഗ്രന്ഥി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നുമാണ്. ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നും. ഡംബൽ ആകൃതിയിലുള്ള സബ്ഷെൽ ഏതാണ്? ഡംബൽ ആകൃതിയിലുള്ള സബ്ഷെൽ പി ആണ്. പി. ആഗോള താപനത്തിന് വഴിയൊരുക്കുന്നതും നെൽവയലുകളിൽ നിന്ന് വമിക്കുന്നതുമായ വാതകം? ആഗോള താപനത്തിന് വഴിയൊരുക്കുന്നതും നെൽവയലുകളിൽ നിന്ന് വമിക്കുന്നതുമായ വാതകം മീഥേൻ ആണ്. മീഥേൻ. റബ്ബർ പാൽ ഉറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? റബ്ബർ പാൽ ഉറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഫോമിക് ആസിഡ്. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്നതിന് അനുയോജ്യമായ ഊഷ്മാവ് എത്രയാണ്? രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്നതിന് അനുയോജ്യമായ ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ ബി 4 ഡിഗ്രി സെൽഷ്യസ്. കൊച്ചിൻ ചൈന എന്നത് എന്തിൻ്റെ വിത്തിനമാണ്? കൊച്ചിൻ ചൈന എന്നത് എന്തിൻ്റെ വിത്തിനമാണ്? തെങ്ങാണ്. തെങ്ങിൻ്റെ വിത്തിനമാണ് കൊച്ചിൻ ചൈന, തെങ്ങ്. 74ാം ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായവ തിരഞ്ഞെടുക്കുക. മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചു. ഇതിന് നേതൃത്വം നൽകിയത് മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ്. 1993 ജൂൺ 1 ഈ ഭേദഗതി നിലവിൽ വന്നത്.
ഈ ഭേദഗതിയോടുകൂടി ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗമാണ് 9A. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരി. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധന ഏതാണ്? വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധന ഇഷിഹാര ടെസ്റ്റ് ആണ്. ഇഷിഹാര ടെസ്റ്റ്. മനുഷ്യ ശരീരത്തിൽ ഒച്ചിന്റെ ആകൃതിയിലുള്ള ഭാഗം. മനുഷ്യ ശരീരത്തിൽ ഒച്ചിന്റെ ആകൃതിയിലുള്ള ഭാഗം കോക്ലിയ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കോക്ലിയ. വസൂരി രോഗത്തിന് കാരണമായ രോഗകാരി ഏത്? വസൂരി രോഗത്തിന് കാരണമായ രോഗകാരി വേരിയോള വൈറസ്. ഓപ്ഷൻ എ വേരിയോള വൈറസ്. പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു മയോഗ്ലോബിൻ ആണ്. ഓപ്ഷൻ സി മയോഗ്ലോബിൻ. റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന ആഹാര സാധനം ഏത്? റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത് മുട്ടയാണ്. മുട്ട. റഫറൻസ് പ്രോട്ടീൻ മുട്ട. ഇന്ത്യയിലെ പ്രഥമ അറ്റോർണി ജനറൽ ആരായിരുന്നു? ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറൽ MC സെതൽവാദ്. MC സെതൽവാദ്. ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറൽ ആരായിരുന്നു? MC സെതൽവാദ്. അവസാനത്തെ അത്താഴം എന്ന ലോകപ്രസിദ്ധ പെയിന്റിംഗ് വരച്ചത് ആര്? അവസാനത്തെ അത്താഴം എന്ന പെയിന്റിംഗ് വരച്ചത് ലിയനാർഡോ ഡാവിഞ്ചിയാണ്. ഓപ്ഷൻ എ ലിയനാർഡോ ഡാവിഞ്ചി. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം. പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം 1986. ഓപ്ഷൻ സി 1986. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ നേതാവ് ആര്? സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ നേതാവ് ദാദാബായ് നവറോജിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദാദാബായ് നവറോജി. ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പെൻസിൽ ഒടിഞ്ഞ പോലെ കാണുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പെൻസിൽ ഒടിഞ്ഞ പോലെ കാണുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനം. ഓപ്ഷൻ എ അപവർത്തനം. മൈക്രോസ്കോപ്പിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? മൈക്രോസ്കോപ്പിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ഓപ്ഷൻ ബി കോൺവെക്സ് ലെൻസ്. അജ്ഞാതനായ ഇന്ത്യക്കാരന്റെ ആത്മകഥ ആരുടെ രചനയാണ്? അജ്ഞാതനായ ഇന്ത്യക്കാരന്റെ ആത്മകഥ നിരാദ് സി ചൗധരി. നിരാദ് സി ചൗധരി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നിരാദ് സി ചൗധരി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ അന്ന രാജം മൽഹോത്ര. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അന്ന രാജം മൽഹോത്ര. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ഡോക്ടർ ബി രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? ഡോക്ടർ ബി രാമകൃഷ്ണ റാവു. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരായ സംരക്ഷണം എന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരി. ഓപ്ഷൻ ഡി എല്ലാം ശരി. കേരളത്തിൽ ഏറ്റവും വ്യാപകമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തം ഏതാണ്? കേരളത്തിൽ ഏറ്റവും വ്യാപകമായിട്ട് ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടലാണ്. ഓപ്ഷൻ സി ഉരുൾപൊട്ടൽ. ദാദു മിയാന്റെ നേതൃത്വത്തിൽ നടന്ന പ്രശസ്തമായ കലാപം ഏതാണ്? ദാദു മിയാന്റെ നേതൃത്വത്തിൽ നടന്ന പ്രശസ്തമായ കലാപം ഫറായ്സി കലാപം. ഫറായ്സി കലാപം. അമോണിയ നിർമ്മിക്കുന്ന ഹേബർ പ്രക്രിയയിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് എന്താണ്? അമോണിയ നിർമ്മിക്കുന്ന ഹേബർ പ്രക്രിയയിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് ഇരുമ്പാണ്. ഇരുമ്പ്. പാകമായ ഇലകൾ, ഫലങ്ങൾ എന്നിവ പൊഴിയാൻ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണ്?
പാകമായ ഇലകൾ, ഫലങ്ങൾ എന്നിവ പൊഴിയാൻ സഹായിക്കുന്ന സസ്യ ഹോർമോൺ അബ്സസിക് ആസിഡ് ആണ്. ഓപ്ഷൻ സി, അബ്സസിക് ആസിഡ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര അനുച്ഛേദങ്ങളും ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത് 395 അനുച്ഛേദവും 8 ഷെഡ്യൂളുമാണ്. 395 അനുച്ഛേദം, 8 ഷെഡ്യൂളുകൾ. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 91 ഭേദഗതിയാണ്. ഓപ്ഷൻ എ, 91 ഭേദഗതി. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന പ്രധാന ഗ്രന്ഥി. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന പ്രധാന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥി. രാത്രി കാലങ്ങളിൽ ഉൽപാദനം കൂടുതലും പകൽ സമയത്ത് ഉൽപാദനക്കുറവുമായ ഹോർമോൺ. ഓപ്ഷൻ എ ആണ് ഉത്തരം. മെലാട്ടോണിൻ ആണ്. മെലാട്ടോണിൻ. നികുതി, പൊതുച്ചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റ് നയം അറിയപ്പെടുന്നത്. നികുതി, പൊതുച്ചിലവ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റ് നയമാണ് ധനനയം. ഓപ്ഷൻ ബി, ധനനയം. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം വെള്ളിയാണ്. വെള്ളി. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ലോഹം ഏതാണ്? ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ലോഹം സിങ്ക് ആണ്. സിങ്ക്. വിസ്തീർണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. വിസ്തീർണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. പെട്രോളിയം സാധാരണയായി രൂപം കൊള്ളുന്നത് ഏത് തരം ശിലകളിലാണ്? പെട്രോളിയം രൂപം കൊള്ളുന്നത് അവസാദ ശിലകളിലാണ്. ഓപ്ഷൻ ബി, അവസാദ ശില. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ഏതാണ്? ജുഗ്നു ആണ്. ജുഗ്നു. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ജുഗ്നു. ഓപ്ഷൻ സി. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം ഏതാണ്? ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 1951. 1951. കേരളത്തിൽ കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഏത്? കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയാണ് കുടിയേറ്റക്കാരുടെ ജില്ല എന്ന് അറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. ഓപ്ഷൻ ബി, ബേക്കലൈറ്റ്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് 1954. 1954 ഇന്ത്യയും ചൈനയും തമ്മിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. സൗരയൂഥത്തിൽ തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത്. സൗരയൂഥത്തിൽ തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? ചൊവ്വയാണ് തുരുമ്പിച്ച ഗ്രഹം എന്ന് അറിയപ്പെടുന്നത്. ചൊവ്വ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. നിയമനിർമ്മാണ വിഭാഗം ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി എന്നിവ ചേർന്നതാണ് നിയമനിർമ്മാണ വിഭാഗം. ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 3 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4 ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 1, 2, 3 എന്നിവ ശരിയാണ്. ചന്ദ്രനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചന്ദ്രനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് സെലിനോളജി. ഓപ്ഷൻ എ ആണ് ഉത്തരം. സെലിനോളജി.
ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുവാൻ കഴിവുള്ള നിറം ഏതാണ്? ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യാൻ കഴിവുള്ളത് കറുപ്പ് നിറമാണ്. ഓപ്ഷൻ സി കറുപ്പ്. വാക്വം ട്യൂബിന്റെ ഏറ്റവും ചെറിയ രൂപമായിട്ട് അറിയപ്പെടുന്നത്, വാക്വം ട്യൂബിന്റെ ഏറ്റവും ചെറിയ രൂപമാണ് ഡയോഡ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഡയോഡ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് എന്തായിരുന്നു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ് ഇംപീരിയൽ ബാങ്ക്. ഇംപീരിയൽ ബാങ്ക്. ശുദ്ധജലത്തിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ആറ്റങ്ങളുടെ അനുപാതം എത്രയാണ്? ശുദ്ധജലത്തിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ആറ്റങ്ങളുടെ അനുപാതം 2:1 ആണ്. 2:1. കാറ്റിനെ കുറിച്ചുള്ള പഠനശാഖയ്ക്ക് പറയുന്ന പേര്, കാറ്റിനെ കുറിച്ചുള്ള പഠനശാഖയാണ് അനിമോളജി. ഓപ്ഷൻ എ അനിമോളജി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് പെരിയാർ നദിയിലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതെന്ന് കമന്റ് ചെയ്യുക. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏത്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആണ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. മലയാള ലിപി ആദ്യമായി അച്ചടിച്ച പ്രശസ്തമായ ഗ്രന്ഥം, മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച പ്രശസ്തമായ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഓപ്ഷൻ ബി ഹോർത്തൂസ് മലബാറിക്കസ്. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് റഷ്യയാണ്. ഓപ്ഷൻ ഡി റഷ്യ. മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല, മണിയാർ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ല. മനുഷ്യന്റെ മുടി, നഖം എന്നിവ നിർമ്മിച്ചിരിക്കുന്ന പ്രധാന മാംസ്യം ഏതാണ്? മുടി, നഖം എന്നിവ നിർമ്മിച്ചിരിക്കുന്നത് കെരാറ്റിൻ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കെരാറ്റിൻ. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം, ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. കൊൽക്കത്ത. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരെന്താണ്? ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാതയാണ് ഓർബിറ്റ്. ഓർബിറ്റ്. ഇന്ത്യയുടെ അയൽ രാജ്യമായ മാലിദ്വീപ് ഏത് മഹാസമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഇന്ത്യൻ മഹാസമുദ്രം. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് ആഹാരത്തിൽ നിന്നും പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്. ഈ ഭാഗത്തിന്റെ പേര് എന്ത്? വില്ലസ്ലുകൾ ആണ്. ഓപ്ഷൻ സി വില്ലസ്ലുകൾ. പൗരസ്ത്യ ദേശത്തെ ഇറ്റാലിയൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭാഷ ഏതാണ്? പൗരസ്ത്യ ദേശത്തെ ഇറ്റാലിയൻ എന്നറിയപ്പെടുന്നത് തെലുങ്കാണ്. തെലുങ്ക്. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ്. 3F ഹോർമോൺ എന്നറിയപ്പെടുന്നത്, 3F ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനാണ്. അഡ്രിനാലിൻ. മാംസ്യത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം, മാംസ്യത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് മരാസ്മസ്. പ്രകാശ സംശ്ലേഷണ തോത് ഏറ്റവും കൂടുതൽ പ്രകാശത്തിന്റെ ഏത് ഘടകവർണ്ണം ഉപയോഗിക്കുമ്പോഴാണ്? പ്രകാശ സംശ്ലേഷണ തോത് ഏറ്റവും കൂടുതൽ പ്രകാശത്തിന്റെ ഏത് ഘടകവർണ്ണം ഉപയോഗിക്കുമ്പോഴാണ്? ചുവപ്പാണ്. ചുവപ്പ്. ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങളെയും കൃതികളെയും സംബന്ധിച്ച പ്രസ്താവനകൾ. ജാതിഭേദം മതദേശമേതുമില്ലാതെ സർവരും എന്ന വാക്യം ജാതി നിർണയം എന്ന കൃതിയിലേതാണ്? ഉപനിഷത്തുകളുടെ സാരം സംഗ്രഹിച്ച് ഗുരു രചിച്ച കൃതിയാണ് ദർശനമാല. ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതിയാണ് നവമഞ്ജരി. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3. 3 പ്രസ്താവനകളും ശരിയാണ്. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്? തേയില കൃഷിക്ക് അനുയോജ്യമായത് പർവ്വത മണ്ണാണ്. പർവ്വത മണ്ണ്. സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത പ്രമുഖ നേതാവ് ആരാണ്?
KR ഗൗരിയമ്മ. ഓപ്ഷൻ ബി KR ഗൗരിയമ്മ. രക്തചംക്രമണ വ്യവസ്ഥയിലെ ലോമികകൾ കണ്ടുപിടിച്ചത് ആര്? ലോമികകൾ കണ്ടുപിടിച്ചത് മാർസെല്ലോ മാൽപേച്ചി. ഓപ്ഷൻ ബി മാർസെല്ലോ മാൽപേച്ചി. മഞ്ഞപ്പനി പരത്തുന്ന കൊതുകിനം. മഞ്ഞപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്തിയാണ്. ഈഡിസ് ഈജിപ്തി. അവസാനത്തെ ചോദ്യം, മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആർബോ വൈറസ് ആണ്. ആർബോ വൈറസ്. 100 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്